ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്. ഞാനിങ്ങനെ വീഡിയോ റെഗുലറായിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയങ്ങളൊക്കെയാണ്, പക്ഷേ പറ്റുന്നില്ല കേട്ടോ, ഒട്ടും സമയമില്ല. അതുകൊണ്ട് വീഡിയോ ഇടാത്തെ. അപ്പോൾ ഇതെന്താ ഞങ്ങൾ സിനിമ സ്റ്റൈലിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. സ്ലോ മോഷനിലല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഞാനത് വീഡിയോ ഇങ്ങനെ കുറച്ച് സ്ലോ ആക്കിയിട്ടതാണ് കേട്ടോ. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട്, അത് കാരണം സ്ലോ ആക്കിയിട്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെന്താണ്, വീഡിയോ ഇടാതെ ഞാൻ കാണിക്കുന്നത് ശരിക്കും ഒരു മണ്ടത്തരം തന്നെ കേട്ടോ ഈ സമയത്ത്. അത് എനിക്കറിയാം, കാരണം ഇപ്പോൾ നമ്മുടെ ചാനലിൽ അത്യാവശ്യം വ്യൂ ഒക്കെ വരുന്നുണ്ട്. തീരെ വ്യൂ ഒക്കെ ഇല്ലാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ വീഡിയോ തീരെ ഇടാതിരുന്നപ്പോൾ. അതിനുശേഷം നമ്മൾ കുറച്ച് ഷോർട്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോന്നു. പിന്നെ നമ്മൾ കുറച്ച് ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഓരോ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം വ്യൂ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വ്യൂ വരുന്ന സമയത്ത് എപ്പോഴും ഒരു കാര്യമാണ്, എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. വീഡിയോ ഇടാൻ പറ്റാണ്ട് വരുമ്പോൾ വീണ്ടും ചാനൽ ഡൗൺ ആയിപ്പോവും. അങ്ങനെ പിന്നെ വീഡിയോ ഇട്ടിട്ട് കയറ്റിക്കൊണ്ട് വരുമ്പോഴത്തേനും വ്യൂ ആയി വരുമ്പോഴത്തേനും വീണ്ടും വീഡിയോ ഇടാൻ പറ്റാതെ വരും. എന്താണെന്ന് എനിക്കറിയില്ല, എന്താ പറയുക, ശനിദശ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിനെക്കുട്ടൻ ഉറങ്ങാൻ കിടക്കുകയാണ്, കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ട് തല്ലിപ്പടിച്ച് പറയുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ശ്വാസമൊക്കെ വലിച്ചു വിടുന്നത്, വേറൊന്നും വിചാരിക്കരുത്. ഇത്രമേൽ സമയമില്ലാത്ത എന്നാന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. അതെന്നാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ 4 വീലർ പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് പോകണമെങ്കിൽ തന്നെ രാവിലെ കുറേ കാര്യങ്ങൾ തീർത്ത് വെച്ചതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അമ്മയുണ്ടെന്ന് പറഞ്ഞാലും അമ്മ വേണമല്ലോ 2 പേരെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമായിരിക്കും, അവൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പോവാറ്. അപ്പോൾ ഈ സമയത്ത് മാത്രമല്ലേ നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയമെങ്കിലും ഉറക്കം കിട്ടുള്ളൂ. ഇനി ഇത്തിരി നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഇങ്ങനെ എണീറ്റ് വഴക്കും വാശിയൊക്കെ തുടങ്ങുന്ന സമയമല്ലേ. അപ്പോൾ അതിന് മുമ്പ് പോയി പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ പറ്റൂല. കാരണം എനിക്ക് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ടാട്ടോ ഞാൻ ഈ സമയത്തും പോയി പഠിക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ കൊണ്ട് തെറാപ്പിക്കോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകണമെങ്കിൽ എനിക്കിനി സ്കൂട്ടറിൽ എന്താണേലും പോകാൻ പറ്റൂല. അത് കാരണം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തിങ്ങനെ ഇറങ്ങുമ്പം ടെൻഷൻ അതിലപ്പുറമാണ്. ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. രാവിലെ 2 പേരുടെ കുളി കാര്യങ്ങളൊക്കെ നടത്തി കുഞ്ഞിനെക്കുട്ടനെ എണ്ണ തേപ്പിക്കണമെങ്കിൽ തന്നെ കുറേ സമയമൊക്കെ വേണമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ ആണെങ്കിൽ അധികം നേരം എണ്ണയൊന്നും തേപ്പിച്ച് കിടത്താറൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചിട്ടൊക്കെ കിടത്തി ഉറക്കിയിട്ട് പോകും. പിന്നെ അവൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വഴക്കൊന്നും ഇല്ലാതിരുന്നോളും. കുഞ്ഞിപ്പെണ്ണും ആണെങ്കിലും വഴക്കൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ മാനേജ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് പിന്നെന്താ പറയുക, ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഡ്രസ്സൊക്കെ ഇങ്ങനെ തയ്ക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. കാരണം കുറേയൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പതിയെ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. എന്താണെന്ന് പറയുക, നമ്മുടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം ഓടിപ്പോകണ്ടേ. അപ്പോൾ കിട്ടുന്ന സമയത്ത് പുറത്തുനിന്നൊക്കെ ആണെങ്കിലും തയ്ക്കാനൊക്കെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ തയ്ച്ചൊക്കെ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്നാലല്ലേ നമുക്ക് പുറത്തേക്ക് ആളുകൾക്ക് നന്നായിട്ട് തയ്ച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടും പിന്നെന്താ പറയുക, ഞാനിപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വണ്ണമൊക്കെ വെച്ചാൽ പഴയ ഡ്രസ്സുകളൊന്നും പാകമാവണില്ല. അത് കാരണം ഞാനിങ്ങനെ കുറഞ്ഞ തുണിയൊക്കെ എടുത്തിട്ടേ നല്ല ടോപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്ച്ചൊക്കെ എടുക്കണം. പിന്നെ ഞാൻ തയ്ക്കുന്ന കാണുമ്പോഴത്തേനും തമ്പുരുക്കൂട്ടനും വേണം, അങ്ങനെ അവൾക്കും തയ്ക്കും. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നുമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളായിട്ട് കിടക്കും. പിന്നെ രാത്രിയിൽ ഇങ്ങനെ ചില ദിവസമൊക്കെ ഇങ്ങനെ വൈകിയൊക്കെ ഉറങ്ങണമെങ്കിൽ കുഞ്ഞിനെക്കുട്ടനൊക്കെ കിടന്ന് കഴിയുമ്പോൾ അവർ കൊടുത്തി കിടന്ന് ഉറങ്ങിപ്പോയാൽ പിന്നെ തീർന്നു കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും മടിയാണ്. വീഡിയോ എടുക്കണം എന്നൊക്കെ മനസ്സിൽ എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ എന്നെക്കൊണ്ട് സാധിക്കാറില്ല. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞിനെക്കുട്ടന് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ വലിയ നടക്കുന്നതിനോ അങ്ങനെയൊന്നുള്ള മടിയൊന്നുമില്ല. അപ്പോൾ ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ തമ്പുരാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ തമ്പുരുക്കൂട്ടൻ്റെ രീതിയിൽ എന്തൊക്കെയോ കാണിച്ചൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഐഡിയാപരമായിട്ടാണ് വീഡിയോ എടുത്തതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ, ഇതിൽ എന്താണ് കട്ട് ചെയ്യേണ്ടതെന്നോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ തൊട്ടിയിൽ കിടത്തിയിട്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് എണീറ്റാലോ എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാനൊരു 100 വട്ടം പോയി നോക്കിയിട്ട് ഇപ്പോൾ പലവട്ടം കട്ട് ചെയ്തിട്ട് പോയി നോക്കി. അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുഞ്ഞിനെക്കുട്ടൻ്റെ അടുത്ത് കിടക്കുകയാണ് അമ്മ. അപ്പോൾ അവനെപ്പോഴും അമ്മ വന്നത് പിന്നെ അങ്ങനെ ഒരു ശീലമായി മാറി. ചോറുണ്ട് കഴിഞ്ഞ് അപ്പം തന്നെ കട്ടിലിൽ കയറിയിട്ട് അമ്മമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം. അതൊക്കെ ഇപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അവനങ്ങനെ ഒരുപാട് ആൾ മാറിയിട്ടുണ്ട്. കാരണം
നേരത്തെ എന്ന് പറഞ്ഞാൽ എന്നോട് ഭയങ്കര ഒരു എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കത്തില്ല. വല്ലാത്ത ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേ കിടക്കത്തുള്ളൂ. പിന്നെ ചില സമയത്ത് എനിക്ക് അവനെ അങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവനെ എൻ്റെ അടുത്ത് കൊണ്ട് കുറേ സമയം അങ്ങനെ കിടത്തിയിട്ട്, പക്ഷെ അവൻ ഭയങ്കരമായിട്ട് ചവിട്ടും കേട്ടോ, കുഞ്ഞിപ്പെണ്ണിനെ ചവിട്ടും. അത് കാരണം അങ്ങനെ ഒരുപാട് സമയം കിടത്താനും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അവൻ കിടക്കുന്നിടത്ത് പോയിട്ട് അവൻ്റെ കൂടെ കുറേ സമയം കെട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ ഞാൻ ചെന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ആശാന് പിന്നെ എന്നെ എണീപ്പിച്ച് വിടാൻ മടി കേട്ടോ. എന്നാലും അമ്മയോടും എന്നോടുള്ള പോലെ തന്നെ സ്നേഹമാണ്. അങ്ങനെ രാത്രിയിലുള്ള വഴക്കും ബഹളവും ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അടുത്ത് കിടന്നുകൊണ്ടിരുന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഏത് സമയവും അങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരുന്നത്. ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തില്ലെങ്കിൽ എന്നോടായിരുന്നു വഴക്ക്. അമ്മയോട് അങ്ങനെയൊന്നുമില്ല. അമ്മാമ്മയുടെ ചൂട് പറ്റി കിടന്നുറങ്ങിക്കോളും. കിടന്നുറങ്ങുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചില സമയത്ത് സങ്കടമൊക്കെ വരാറുണ്ട് കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ കൂടെ കിടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ പറയും, ഇനി കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇത്തിരി കൂടി ആയി കഴിഞ്ഞിട്ട് അവൻ്റെ ചവിട്ട് അവൻ ചവിട്ടാൻ വരുമ്പോൾ ഒന്ന് എണീറ്റൊന്ന് മാറാനുള്ള ഒരു ഇതായി കഴിയുമ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ കിടക്കണം എന്നൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അമ്മ പോകുന്നതിന് മുമ്പേ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം, ശരിക്കും പറഞ്ഞാൽ 90 ദിവസം ആയിട്ടില്ല കേട്ടോ കുഞ്ഞാവ ഉണ്ടായിട്ട്. അപ്പോൾ ഇപ്പം പോയത്. ഇനിയിപ്പം അതിന് ഞാനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. കാരണം ഓരോ സാഹചര്യങ്ങൾ നമുക്ക് വരുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റിന് കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ എനിക്കിനി ബസ്സിലൊക്കെ ഇനി എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം കുഞ്ഞിനെക്കുട്ടൻ നടക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, കുഞ്ഞിപ്പെണ്ണ് നടക്കാൻ തുടങ്ങിയിട്ടില്ല. അവനെ നമുക്ക് അധിക നാളിങ്ങനെ വീട്ടിൽ വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. അവന് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് വരുന്നുണ്ട്, നടക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അവനിങ്ങനെ വായിൽ കൈയിട്ടിട്ട് തുപ്പലൊക്കെ ഇങ്ങനെ ദേഹത്തോടെയൊക്കെ വെച്ച് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എതിർക്കും തോറും അവനത് ആവേശത്തോടു കൂടി ചെയ്യുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. കാരണം കുഞ്ഞിനെ അതൊരു നേരത്തെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അത് സെൻസറി പ്രോബ്ലം കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ചെയ്യിക്കുന്നുണ്ട്. സ്ലൈമൊക്കെ ഉപയോഗിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഗോതമ്പ് മാവില്ലേ, അതൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ദേഹത്തൊക്കെ തേക്കുന്നുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ വീട്ടിൽ ഞാൻ നിത്യവും ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞിനത് കുറയുന്നില്ല. അവനത് ഒരു ശീലം പോലെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കുപേഷൻ തെറാപ്പിയോ അല്ലെങ്കിൽ സംഗീത് സാറിൻ്റെ അടുത്ത് പോയാൽ അത് മാറുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിനെക്കുട്ടന് വേണ്ടിയിട്ട് തന്നെ ചെയ്തു കൊടുക്കാനുണ്ട്. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാനിങ്ങനെ വീഡിയോയിൽ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ വെറുതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഞാൻ അഭിനയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. കാരണം ഇനി അങ്ങനെ പലർക്കും പല രീതിയിലല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വെറുതെ പറയുകയാണ്, ഇങ്ങനെ പെൺകുഞ്ഞുണ്ടായതിൻ്റെ എന്തോ ഒരു കാര്യമാണ്, അപ്പോൾ ഇവരത് വെറുതെ പറയുന്ന, അങ്ങനെയൊന്നും ആരും കമൻറ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനെന്നെങ്കിൽ പിന്നെ ആ കമൻറ്റുള്ള വീഡിയോ അവർക്ക് ചുമ്മാ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. കാരണം ഞാൻ അങ്ങനെ അങ്ങനെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലാത്തപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമാണല്ലോ. അവരെ അന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് നോക്കിയപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് കണ്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ നല്ല മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് അങ്ങനെ അവർക്കത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇനിയിപ്പോൾ പലർക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവുമോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. കാരണം എനിക്കത് നമ്മൾ പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി പോകേണ്ടത് അത്യാവശ്യമല്ല. അതറിയാൻ കൂടി വേണ്ടിയിട്ടാട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം തമ്പുരുക്കൂട്ടൻ കണ്ണും കാതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ പിന്നെ ഞാനിതിൽ സംസാരിച്ച് പോവുകയും ചെയ്തു. ഇനി അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൊത്തത്തിൽ അത് മാറിപ്പോവും. അപ്പം നടന്ന് മടുത്തപ്പോൾ അവിടെ ഇരുത്തിയതട്ടോ. അവിടെ ഇരുത്തി കഴിഞ്ഞപ്പം ഒരു സെക്കൻഡ് പോലും ആശാൻ അടങ്ങിയിരിക്കത്തില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറുമ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ തേങ്ങ എടുക്കാൻ പോകണു, ചക്കക്കുരു അവിടെ കിടക്കണം, അതെടുക്കാൻ പോകണു, ചെയ്യില്ലാത്ത പരിപാടികളില്ല. ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തുണ്ടല്ലോ, നമ്മൾ മുമ്പ് വശത്ത് ഇരുത്താറില്ലേ, അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയത്തേന് ഭയങ്കര സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അവൾ ഏറ്റവും ഇഷ്ടം അവിടെ ഇരിക്കുന്നതാണേ. പക്ഷേ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മിറ്റിലെടുത്ത് വായിലിടും. അപ്പോൾ നമ്മൾ ചവിട്ടി പോകുന്ന സ്ഥലമല്ലേ, അതൊക്കെ ഭയങ്കര അറക്കേണ്ട കാര്യങ്ങളല്ലേ. അത് കാരണം ഇപ്പോൾ അവിടെ ഇരുത്താൻ പറ്റത്തില്ല. കുഞ്ഞിനെക്കുട്ടനെയും കൊണ്ട് എന്താ പറയുക, തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, ഉത്തരത്തെ വെച്ചാൽ ചെതലരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥയാട്ടോ ശരിക്കും കുഞ്ഞിനെക്കുട്ടനെയും കൊണ്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ കടന്നു പോകുന്ന നിമിഷങ്ങൾ. പിന്നെ ആ വാക്കർ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഏക ഒരു പ്രതീക്ഷ. വാക്കർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നൊക്കെ മനസ്സ് പറയുന്നു. അപ്പോൾ നമ്മുടെ അല്ലുക്കുട്ടൻ
അല്ലുക്കുട്ടൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക കേട്ടോ. അല്ലുക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുണ്ണിക്കുട്ടനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലുക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുണ്ണി പറയുന്നത് അവൻ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അല്ലുവാണ്. വന്നു കഴിയുമ്പോൾ എല്ലാ സാധനങ്ങളും കുഞ്ഞുണ്ണിച്ചേട്ടൻ എടുത്തു കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും വലുതാകുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ അടുത്ത്. അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്താറുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ചൊക്കെ ആളുകൾ കുറേ പേര് ഇപ്പോൾ പുതിയതായിട്ട് വന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നുണ്ടെന്ന് എൻ്റെ ഉദാഹരണമാണത്. കാരണം എനിക്കതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. കുഞ്ഞുണ്ണിയുടെ മാറ്റങ്ങൾ കാണുന്നതുകൊണ്ടാണല്ലോ അവർ നമ്മളിവന് കൊടുത്ത ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടുപോയതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനത് തുടക്കം തൊട്ട് ചെയ്തതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ടേ. അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രമുഖ ചാനലിൽ ഇങ്ങനെ കണ്ടു കേട്ടോ, അവരിങ്ങനെ സംസാരിക്കുന്നത് സെർബൽ പാൾസി കുട്ടികൾക്ക് അങ്ങനെ മാറ്റങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുറത്ത് കൊണ്ടുപോകുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഈ വർഷങ്ങളിൽ അത്രയും അവന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ അതേപോലെ വീട്ടിലും കഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറയാം. അത്രയധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് വേദനിക്കുന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരെ പോലെ ഫെയിമായ ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം അവർ സമൂഹത്തിനൊരു മെസ്സേജല്ലേ കൊടുക്കേണ്ടത്. അവരുടെ കുഞ്ഞിനെ വെച്ച് തെളിയിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ വീഡിയോ എടുത്ത് റീലെടുത്ത് നടന്നിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മനസ്സിലായിട്ടുള്ളവരൊക്കെ എന്നെ ചിലപ്പോൾ എനിക്ക് പൊങ്കാലയിടാൻ വരും. എനിക്കതൊന്നും പ്രശ്നമല്ല. പക്ഷേ സെർബൽ പാൾസി കുട്ടികൾക്ക് മാറ്റമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം പൂർണ്ണമായിട്ടും മറ്റൊരു കുഞ്ഞിനെ സാധാരണ കുഞ്ഞിനെ പോലെ ആവാൻ അവർക്ക് സാധിച്ചില്ലെങ്കിലും അവരുടേതായ കാര്യങ്ങൾ അവർ ചെയ്യണം. നിർബന്ധമായിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കണം. നാളെ നമ്മളില്ലെങ്കിൽ അവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ. നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ നമുക്ക് പറ്റുമോ? അവരെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പോകാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലോട്ടായി മാറണം. ഇപ്പോൾ കിടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ എന്നോട് ആർക്കും ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അത് മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരെയും നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. നെഗറ്റീവുകളെ പേടിക്കുന്ന ആളൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈം വെച്ചിട്ട് അവനെ കയ്യിലൊക്കെ ഇങ്ങനെ ഫുള്ളാക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വലുതൊക്കെ കിട്ടും. എനിക്കിനി അത് കൂട്ടൊരെണ്ണം വാങ്ങിക്കണം. കാരണം കൈ ഫുള്ള് അതിലിങ്ങനെ പാത്രത്തിനുള്ളിൽ ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ നന്നായിട്ട് ഒലയ്ക്കണം. അവരുടെ ആ സെൻസറി പ്രോബ്ലം നമ്മുടെ ബ്രെയിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാൻഡ് കിട്ടും. ഇത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ, പയറ്, അരി, ചെറിയ ചെറിയ സാധനങ്ങൾ, അവർക്ക് എന്തിലാണോ ഒരു അലർജി പോലെ നമുക്ക് തോന്നുന്നത് അതിൽ അവരെ കൂടുതൽ ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇവന് കൂടുതൽ ഒരു ഇഷ്ടക്കേട് തോന്നുന്നത് എനിക്കിങ്ങനെ കുഴഞ്ഞ വസ്തുക്കളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ കുഴഞ്ഞ സാധനങ്ങൾ തന്നെ കൂടുതൽ കൈ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഞാനിവനെ ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കാറില്ല. തമ്പുരുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എടുത്തു തരാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത് രാത്രിയിലാട്ടോ ഇതെടുക്കണേ. കുഞ്ഞിന് ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സെറ്ററൊക്കെ ഇടിച്ചിരുത്തിയാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് തൊട്ടി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതായത് അവരുടെ ഐ കോണ്ടാക്റ്റ് ഇമ്പ്രൂവ് ആക്കാൻ, പിന്നെ അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ആ സ്ലൈം ആണെങ്കിൽ അവൻ കണ്ട നന്നായിട്ട് നോക്കുന്നത്. കുഞ്ഞിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാം. അവൻ്റെ കണ്ണൊക്കെ ഏതോ ദിശയിലൊക്കെ ഇരുന്ന് കുഞ്ഞിനെ വല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു നോക്കി വരുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ടും പിന്നെ തെറാപ്പികളൊക്കെ കൊടുക്കുന്നതുകൊണ്ടും കൂടിയാണ് മാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ആരെങ്കിലും ഇങ്ങനെയൊക്കെ മാറില്ല, നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ തളരുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോൾ പരിശ്രമിക്കുന്നത് കുറവാണെന്ന് തന്നെ പറയാം. ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ എത്രത്തോളം ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി ചെയ്യും, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്ന് ഒരുപാട് സമയമായും തോന്നുന്നുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ തീർന്നിട്ട് ഞാൻ വീണ്ടും ഇട്ട് തന്നെ വീണ്ടും എടുത്തിടുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവരുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒന്നും മടിക്കണ്ട. ചിലപ്പോൾ കമൻറ്റൊക്കെ യൂട്യൂബ് ഓഫാകും. എനിക്കറിയില്ല എന്താണെന്ന്. എൻ്റെ വീഡിയോയുടെ കമൻറ്റൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഓഫായി പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.